ഹായ് ഓൾ, ഇന്ന് നമ്മൾക്ക് ഡയബറ്റിക് ന്യൂറോപ്പതി അതിൻ്റെ സിംറ്റംസ് എന്താണ്, അതിന് ചെയ്യാൻ പറ്റിയ 5 ഇഫക്റ്റീവായിട്ടുള്ള എക്സർസൈസ്, അതിൻ്റെ ഡ്യൂറേഷൻ, അതെങ്ങനെ നമ്മളെ സഹായിക്കുന്നു എന്നൊന്നും മനസ്സിലാക്കാം. ഈ ന്യൂറോപ്പതി ഉള്ളവരിൽ എന്താണ് സംഭവിക്കുന്നത്? കാലിൽ തരിപ്പും മരവിപ്പും, പ്രധാനമായിട്ട് പാദങ്ങളിലും വിരലുകളിലും മരവിപ്പ് അനുഭവപ്പെടുന്നു. പിന്നെ വേദന, കാലുകളിൽ പുകച്ചിൽ പോലെയുള്ള വേദന, പ്രത്യേകിച്ചും രാത്രിയിൽ. സൂചി കുത്തുന്ന പോലെയുള്ള അനുഭവം, പിന്നെ ചൂട്, തണുപ്പ്, വേദന എന്നിവ തിരിച്ചറിയാൻ കഴിയാതെ വരിക, പേശികൾക്കൊരു ബലക്കുറവ് തോന്നുക. നമ്മുടെ ശരീരം ഒരു വലിയ കെട്ടിടമാണെങ്കിൽ അതിലെ ഇലക്ട്രിക് സിസ്റ്റം പോലെയാണ് നമ്മുടെ നാഡീവ്യൂഹം, അതായത് നെർവസ് സിസ്റ്റം പ്രവർത്തിക്കുന്നത്. മെയിൻ സ്വിച്ച് ബോർഡ് എന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറ്, നമ്മുടെ ബ്രെയിനാണ്. മെയിൻ കേബിൾ എന്ന് പറയുന്നത് നമ്മുടെ സ്പൈനൽ കോഡാണ്. തലച്ചോറിൽ നിന്നുള്ള സന്ദേശങ്ങൾ നട്ടലിലൂടെയാണ് താഴേക്ക് വരുന്നത്. ഇതാണ് ശരീരത്തിലെ പ്രധാന വൈദ്യുത ലൈൻ എന്ന് നമുക്ക് കരുതാം. അപ്പോൾ ഈ പെരിഫറൽ നെർവ്സോ അതെന്ന് പറയുന്നത് സബ് കേബിളുകളാണ്. നട്ടലിൽ നിന്ന് കൈകാലുകളിലേക്ക് പോകുന്ന ചെറിയ വയറുകളാണ് ഈ പെരിഫറൽ നാഡികൾ. ന്യൂറോപ്പതിയിൽ എന്താണ് സംഭവിക്കുന്നത്? ഈ സബ് കേബിളുകൾ ദ്രവിച്ചു പോവുകയോ അല്ലെങ്കിൽ അവയുടെ ഇൻസുലേഷൻ നശിച്ചു പോവുകയോ ചെയ്യുന്നു. അപ്പോൾ തലച്ചോറിൽ നിന്നുള്ള സന്ദേശങ്ങൾ കാലുകളിലേക്ക് കൃത്യമായിട്ട് എത്തുകയില്ല. ഇതാണ് ഈ മരവിപ്പിനും തരിപ്പിനും കാരണമാകുന്നത്. വ്യായാമം ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മളെ സഹായിക്കുന്നത്? ഒന്നാമത്തത് മൈക്രോ സർക്കുലേഷൻ, അതായത് രക്തയോട്ടം വർദ്ധിപ്പിക്കുന്നു. ഈ പ്രമേഹം കാരണം പാദങ്ങളിലെ വളരെ ചെറിയ രക്തക്കുഴലുകളുണ്ട്, അവയ്ക്ക് തകരാറ് സംഭവിക്കും. അങ്ങനെ സംഭവിക്കുമ്പോഴത്തേക്കും നാഡികളിലേക്കുള്ള ഓക്സിജൻ തടയപ്പെടുന്നു. എന്നാൽ വ്യായാമം ചെയ്യുമ്പം ഈ രക്തക്കുഴലുകൾ തുറക്കുകയും നാഡികൾക്ക് ആവശ്യമായ ഭക്ഷണം, ന്യൂട്രിയൻസ് ഒക്കെ കിട്ടുകയും ചെയ്യും. രണ്ടാമത്തെ പോയിന്റ് റെഡ്യൂസിങ് ഇൻഫ്ലമേഷനാണ്, അതായത് വീക്കം കുറയ്ക്കും. രക്തത്തിലെ പഞ്ചസാര കൂടുമ്പോഴത്തേക്കും നാഡികൾക്ക് ചുറ്റും ഒരുതരം വീക്കം, ഒരുതരം ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്നു. ഇത് നാഡികളുടെ പുറംകവചമായ മൈലിൻ ഷീത്തിന് കേടുപാടുകൾ വരുത്തുന്നു. വ്യായാമം ഈ വീക്കം കുറയ്ക്കാൻ സഹായിക്കുന്നു. അടുത്തത് നെർവ് റീജനറേഷൻ. നമ്മൾ ചലിക്കുമ്പോഴത്തേക്കും ശരീരം ഒരു പ്രത്യേക പ്രോട്ടീൻ പുറപ്പെടുവിപ്പിക്കുന്നുണ്ട്. ഈ നശിച്ചുപോയ നാഡീതന്തുക്കളെ അല്ലെങ്കിൽ ഈ നെർവ് ഫൈബറിനെ വീണ്ടും വളരാനായിട്ട് ഈ പ്രോട്ടീൻ പ്രേരിപ്പിക്കുന്നു. ഇതിനെയാണ് നെർവ് റീജനറേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് എക്സർസൈസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത് സീറ്റഡ് മാർച്ച്. ഇത് പാദങ്ങളിലെ രക്തയോട്ടം വർദ്ധിപ്പിക്കാനായിട്ട് നല്ലൊരു വ്യായാമമാണ്. ചെയ്യേണ്ട രീതി: ഒരു കസേരയിൽ നിവർന്നിരിക്കുക, നടത്തം പോലെ കാലുകൾ മാറി മാറി ഉയർത്തുക. പിക്ചർ നോക്കുക. കൈകളുകൂടി വീശി ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ഫലപ്രദമാണ്. 1 മിനിറ്റ് തുടർച്ചയായിട്ട് ചെയ്യുക. ഇതുകൊണ്ടുള്ള ഗുണം എന്താണ്? വലിയ പേശികളെ ചലിപ്പിക്കുന്നത് വഴി രക്തയോട്ടം കൂടുന്നു. അടുത്തത് സിംഗിൾ ലെഗ് സ്റ്റാൻഡാണ്. അത് ചെയ്യാൻ വേണ്ടി ഇത് നമ്മുടെ ബാലൻസ് മെച്ചപ്പെടുത്താനും നാഡികളെ ഉത്തേജിപ്പിക്കാനായിട്ട് നല്ലതാണ്. ചെയ്യേണ്ട രീതി: ഒരു കസേരയിലോ ഭിത്തിയിലോ പിടിച്ചു നിൽക്കുക, ഒരു കാൽ ഉയർത്തി ഒരു കാലിൽ മാത്രം ബാലൻസ് ചെയ്യുക. ഒരു 30 സെക്കൻഡ് അങ്ങനെ നിന്ന് നോക്കുക. 3 തവണ ചെയ്തു നോക്കുക. അതുകൊണ്ട് നമ്മൾക്കുള്ള ഗുണം എന്താണ്? തലച്ചോറും പാദങ്ങളും തമ്മിലുള്ള സന്ദേശങ്ങൾ, അതായത് പ്രോപ്രിയോസെപ്ഷൻ മെച്ചപ്പെടുത്തുന്നു. നെക്സ്റ്റ്, ഹീൽ ടു ടോ റോക്സ്. ഇതെങ്ങനെയാണ് ചെയ്യുന്നത്? നമ്മുടെ ഈ കണങ്കാലിലെ രക്തയോട്ടത്തിനും മരവിപ്പും ഒക്കെ കുറയ്ക്കാനായിട്ട് ഇത് നല്ല എക്സർസൈസാണ്. ചെയ്യേണ്ട രീതി: നേരെ നിൽക്കുക, ആദ്യം ഉപ്പൂറ്റിയിലൂന്നി വിരലുകൾ ഉയർത്തുക, ശേഷം വിരലുകളിലൂന്നി ഉപ്പൂറ്റി ഉയർത്തുക. അങ്ങനെ ഒരു 20 ടൈംസ് ചെയ്യുക. ഇത് പാദങ്ങളിലെ ചെറിയ നാഡികളെ, അതായത് നെർവ് എൻഡിങ്സിനെയൊക്കെ ഉത്തേജിപ്പിക്കാനായിട്ട് നല്ലതാണ്. അടുത്തത് കാഫ് റേസസ് ആണ്. കണങ്കാലിലെ പേശികൾക്ക് ബലം നൽകാനും രക്തം മുകളിലേക്ക് പമ്പ് ചെയ്യാനായിട്ട് ഇത് സഹായിക്കുന്നു. ഇത് ചെയ്യാൻ വേണ്ടി പിക്ചറിൽ കാണുന്ന പോലെ നിവർന്ന് നിന്ന് വിരലുകളിലൂന്നി പതുക്കെ ഉയരുക. 2 സെക്കൻഡ് പിടിച്ച ശേഷം പതുക്കെ താഴേക്ക് വരിക. ഒരു 15 മുതൽ അങ്ങനത്തെ 15ൻ്റെ ഒരു 3 സെറ്റ് ചെയ്യാവുന്നതാണ്. അടുത്ത എക്സർസൈസ് എന്താണെന്ന് നോക്കാം. ആംഗിൾ ആൽഫബറ്റ്. ഇതെങ്ങനെയാണ് ചെയ്യുന്നത്? പാദങ്ങളിലെ എല്ലാ വശങ്ങളിലേക്കും ചലനം നൽകാനായിട്ടാണ് ഇത് സഹായിക്കുന്നത്. ചെയ്യേണ്ട രീതി: കസേരയിൽ ഇരുന്നു കൊണ്ട് പാദം വായിൽ ഉയർത്തുക. എന്നിട്ട് നമ്മുടെ വലിയ വിരൽ, തള്ളവിരൽ ഉപയോഗിച്ച് നമ്മുടെ തള്ളവിരൽ ഒരു പേനയാണെന്ന് സങ്കല്പിച്ചുകൊണ്ട് വായുവിൽ A മുതൽ Z വരെയുള്ള കുറച്ച് അക്ഷരങ്ങൾ എഴുതാൻ ശ്രമിക്കുക. അങ്ങനെ റിപ്പീറ്റ് ചെയ്യുക. 2 കാലിലും ചെയ്ത് നോക്കുക. ഈ എക്സർസൈസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും എത്രത്തോളം പേശികൾ ആക്റ്റീവ് ആവുന്നുണ്ടെന്ന്.